അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ്. എണ്ണയില്ലാതെ എങ്ങനെയാണ് പപ്പടവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊരിക്കാനാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിരുന്നു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതി. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പാൻ എടുക്കരുത്, അത് പിന്നെ കേടായി പോകും. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള പൊടിയുപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അത് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം. നല്ലോണം ചൂടാക്കണം, എന്നാലേ ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാ ഷോപ്പിലും കിട്ടും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ ഇത് കാണാൻ പറ്റും, നല്ലതായിട്ട് പൊങ്ങി അടിപൊളിയായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും കരിഞ്ഞു പോയില്ല. നമ്മളിത് എണ്ണയിൽ പൊരിക്കുമ്പോൾ എണ്ണ ചൂട് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ചൂടായിട്ട് ഇട്ടാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിൽ തന്നെ ചക്രത്തിൻ്റെ ഷേപ്പുള്ള ഒരു സാധനമുണ്ട്, അതും കൂടെ ഒന്ന് പൊരിച്ച് നോക്കാം. ഇത് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് വരുന്നത്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ചാൽ മതി. ഇനി നമുക്ക് പപ്പടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പപ്പടം അതിലിട്ടിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പൊങ്ങി വരുന്നത് കാണാം. ഇത് നമ്മൾ അടുപ്പിലിട്ട് ചുട്ട പപ്പടത്തിൻ്റെയൊക്കെ ഏകദേശം ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാൻ. നല്ല ചൂടുണ്ടെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് പൊള്ളച്ച് കിട്ടും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പപ്പടം ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷേ എണ്ണയെ പേടിച്ചിട്ട് പപ്പടം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിട്ട് വറുത്തെടുക്കാനും പറ്റും. ഈ കാഷ്യൂ വറുക്കുമ്പോൾ നല്ല മണമുണ്ട്. ഇത് നന്നായിട്ട് വറുത്ത് കിട്ടുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ വറുത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിൽ ഉപ്പ് പിടിക്കുമെന്ന് പേടിക്കണ്ട, നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് തട്ടി കളഞ്ഞാൽ ഉപ്പ് പിടിക്കില്ല. ഇനി ഇതൊക്കെ എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വാൾനട്ട്, ബദാം, പീനട്ട്, പിസ്ത ഇതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.